വെൽക്കം ഗായ്സ്. പാടി ഫുഡ്സ് ആൻഡ് ട്രാവൽ ടെക്കിന്റെ ആദ്യത്തെ വരുമാനം, ഒരു വർഷത്തെ വരുമാനം, ഞങ്ങളുടെ കാത്തിരിപ്പിന്റെ ആദ്യത്തെ വരുമാനം. ഞങ്ങൾക്ക് സന്തോഷം കൊണ്ടിരിക്കാനും വയ്യ, നിൽക്കാനും വയ്യ, ഒന്നിനും വയ്യ. ആ വരുമാനം ഇന്ന് ഞങ്ങൾ ബാങ്കിൽ പോയിട്ട് ഇപ്പൊ വിഡ്രോ ചെയ്യാൻ പോവാണ്. പലതവണ വന്നതാണ്, പക്ഷെ അത് ഒരു തവണ ഞങ്ങളത് വിഡ്രോ ചെയ്യാൻ പോവാണ്. വിഡ്രോ ചെയ്തിട്ട് ആ പണം നമ്മൾ എന്ത് ചെയ്യും? അടിച്ച് പൊളിക്കുകയാണ്. അടിച്ച് പൊളിച്ച് തവിട് ഓടിയാക്കാൻ പോവാണ്. ഒരു മണിക്കൂർ കൊണ്ട് ഇപ്പൊ ഞങ്ങളിപ്പോ ബാങ്കിൽ പോയി പൈസ എടുത്ത് വന്നിട്ട് ആ പൈസ സ്മാഷ് ചെയ്യാൻ പോവാണ്. അത് ഒറ്റയടിക്ക് ചെലവാക്കി അർമ്മതിക്കാൻ പോവാണ്. നമ്മുടെ ചാനൽ എന്ന് പറയുമ്പോൾ വലിയ വലിയ യൂട്യൂബ് ചാനലുകളുമായിട്ട് താരതമ്യപ്പെടുത്താനൊന്നും പറ്റില്ല. ഞങ്ങളെ ചെറിയ ചാനലിൽ ചെറിയൊരു വരുമാനം, ചെറിയൊരു കോൺഫിഡൻസ്, അത്രേ ഞങ്ങളെ കൊണ്ടാവുള്ളൂ. അത്രയ്ക്കൊരു കൊമ്പത്ത് ഇരിക്കേണ്ട ഒരു സംഭവം എന്നല്ല, ഞങ്ങൾക്ക് തുച്ഛമായിട്ടുള്ള വരുമാനം മാസം കിട്ടണുള്ളൂ. ആ ഒരു തുക കൂട്ടിവെച്ച് ആദ്യമായിട്ട് വിഡ്രോ ചെയ്ത് അതിൽ നിന്ന് ചെറിയൊരു സർപ്രൈസ് അത്രേ ഉള്ളൂ. അല്ലാതെ വലിയൊരു കളിയൊന്നും ഞങ്ങൾ കളിക്കാറായിട്ടില്ല. പക്ഷെ ആയാലും ഞങ്ങൾ കളിക്കില്ല. സത്യത്തിൽ നമ്മുടെ ചാനൽ തുടങ്ങിയിട്ട് ഇപ്പൊ കറക്റ്റ് ഒരു കൊല്ലം കഴിഞ്ഞു. ഒരു കൊല്ലം മേലെയായി. മോണിറ്റൈസേഷൻ കഴിഞ്ഞിട്ട് 6 മാസമായി. അപ്പൊ മോണിറ്റൈസേഷൻ കഴിഞ്ഞ 6 മാസത്തില് ഞങ്ങളുടെ ആദ്യങ്ങളും ഞങ്ങളുടെ വീഡിയോസ് നല്ല രീതിയിൽ ഓടിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴും വലിയ രീതിയിലൊന്നും ഓടുന്നില്ല. പക്ഷെ എന്നാലും നിങ്ങളുടെ നമ്മുടെ വ്യൂവേഴ്സിന്റെ ഒക്കെ വലിയ സപ്പോർട്ട് കൊണ്ട് വലിയ കുഴപ്പമില്ലാണ്ട് ഓടുന്നു. അതെ, ഞങ്ങൾക്ക് ചെറിയ ചെറിയ വരുമാനങ്ങളൊക്കെ കിട്ടി തുടങ്ങി. അപ്പൊ ആ വരുമാനം ഞങ്ങൾ എത്രയാണെന്ന് ഞങ്ങളിപ്പോ നിങ്ങളോട് പറയുന്നില്ല. അത് ബാങ്കിൽ പോയി എടുത്തതിന് ശേഷം പറയാന്ന് പറഞ്ഞിട്ടാണ്. വലിയൊരു എമൗണ്ട് ആണ്, പക്ഷെ ഒരു സെക്കൻഡ് കൊണ്ട് തീർക്കാൻ പോകുന്നത്. അതാണ് രാജഗോപാലയും കൂടി ഞങ്ങളിപ്പോ ഇറങ്ങാൻ പോകുന്നത്. എവിടേക്കാണെന്നുള്ളത് നിങ്ങൾ കണ്ടോ? അപ്പൊ നമ്മുടെ വരുമാനം എത്ര, ഒരു വർഷത്തിൽ എത്ര, ആ വരുമാനം ഞങ്ങൾ ഒറ്റയടിക്കന്നെ എടുത്ത് ഞങ്ങൾ അതിനെ അങ്ങോട്ട് തീർപ്പാക്കാൻ പോകണം. അപ്പൊ പോലെന്നാ തീർപ്പാക്കുന്നത് കാണിച്ചു കൊടുക്കണ്ടേ? Love the chase and the hunt, and I set the pace when I'm running. I always take what I want and I always give it 100. Don't need a bank, no I'm funded. Play the game like it's nothing. I'm always thankful for something. Don't take for granted, stay humble. Now wait. ഇറങ്ങല്ലേ? Okay. Thank you. Guys, നമ്മളൊന്ന് പൊളിക്കുകയാണ് കേട്ടാ. കുറെ പണം എടുത്തിട്ടുണ്ട്. നമ്മുടെ ഒരു വർഷത്തെ വരുമാനമാണ്. അതെന്തിനാണെന്നുള്ളത് പറഞ്ഞുതരാം, വഴിയേ പറഞ്ഞുതരാം. കയറിയല്ലേ? സ്റ്റാർട്ട് ചെയ്യല്ലേ? ഗ്യാസ്. അപ്പോൾ നമ്മുടെ ക്യാഷൊക്കെ കൈ കിട്ടി. ബാങ്കിൽ നിന്ന് ഇറങ്ങി വന്നു, വണ്ടിയിൽ കയറി. ഇതിപ്പോൾ ആൾ കണ്ടിട്ട് ഇങ്ങനെ നോക്കി കണ്ണിറക്കിയിട്ട് ഇതൊക്കെ പിടിക്കാൻ വേണ്ടി വരികയാണ് കൊതിയോടെ. ഗൈസ്, ഈ പൈസ എന്ന് പറഞ്ഞാൽ നമ്മൾ അധ്വാനിച്ച പൈസയാണ്. അതായത് യൂട്യൂബില് നമ്മള് വ്ളോഗ് ഇപ്പൊ 150 എത്രയാണ്? 158 എപ്പിസോഡ് നമ്മൾ കഴിഞ്ഞു. ആ 158 എപ്പിസോഡ് കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടിയ ക്യാഷാണ് അത്. ഈ ക്യാഷ് കൊണ്ട് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്, ഈ ക്യാഷ് ഒറ്റയടിക്ക് പൊട്ടിച്ച് കളയാൻ പോവാണ്. യെസ്, വി ആർ ഡിസ്ട്രോയിങ് ദിസ് മണി. പൊട്ടിച്ച് എന്തിനു വേണ്ടി എന്ത് മേടിച്ചു എന്നുള്ളത് നിങ്ങൾ വഴിയെ കണ്ടത്. ഈ ക്യാഷ് ഒന്നിച്ചങ്ങോട്ട് പൊട്ടിക്കണം ഞങ്ങൾ. അപ്പൊ നമ്മുടെ ക്യാഷ് നമ്മൾ പുറത്തു വെക്കുന്നില്ല, നമ്മുടെ ബോക്സിലിടാം. പോയി ഇന്ന് ഞാനും പാപ്പും ഭയങ്കര സന്തോഷത്തിലാണ്. സന്തോഷം എന്ന് പറഞ്ഞാൽ ഇരിക്കാൻ പറ്റില്ല, അത്രയും സന്തോഷം. എന്താ വെച്ചാൽ നമ്മൾ ആദ്യമായിട്ട് നമ്മൾ ക്യാഷ് വിഡ്രോ ചെയ്താണല്ലേ. ഒരു വർഷത്തെ ക്യാഷാണ്. പക്ഷെ ഒരു വർഷമായിട്ട് ഞങ്ങൾ വിഡ്രോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഒരു വർഷത്തെ ക്യാഷ് ഒന്നിച്ചങ്ങോട്ട് വിഡ്രോ ചെയ്ത് ഒറ്റ ദിവസം കൊണ്ട് അങ്ങോട്ട് കളയാം. ഒരു ദിവസം പറഞ്ഞാൽ കുറച്ച് മണിക്കൂറേ ഉള്ളൂ. ആ മണിക്കൂർ കൊണ്ട് നമ്മൾ ആ ക്യാഷ് മുഴുവൻ അടിച്ച് പൊളിച്ച് തവിട് ഓടിയാക്കാൻ പോകും. ഞങ്ങളെ സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടുകൊണ്ടിരുന്നത് അത് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ അടിച്ച് പൊളിച്ച് തൊലച്ച് കളയാൻ പോകണമെന്നുള്ളത് നിങ്ങൾ കണ്ടറിയാ. കുറച്ച് നേരം വെയിറ്റ് ചെയ്താൽ വീട്ടാ. സത്യത്തിൽ ഞങ്ങൾ ആദ്യം പ്ലാൻ ചെയ്തത് ഈ ക്യാഷ് വെച്ചിട്ട് ഒരു ഫോറിൻ ട്രിപ്പ് അടിക്കാനാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തത്. ചെറിയൊരു ഒരു 1 വീക്ക് ഫോറിൻ ട്രിപ്പ് അടിക്കാനാണ് പ്ലാൻ ചെയ്തത്. പക്ഷേ ഞങ്ങൾക്ക് കുറച്ച് വളരെ ഒരു നിർണായകമായ കുറച്ച് കമ്മിറ്റ്മെന്റ്സ് വന്നു. അതായത് വ്ളോഗിൽ തന്നെ നമുക്ക് ഇനി ചെയ്യാൻ കുറച്ച് റയർ ആയിട്ട് കുറച്ച് വ്ളോഗ്സ് അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യം വന്നു. അപ്പോൾ ഞങ്ങൾക്കത് ഒരു 1 വീക്ക് 2 വീക്കോളം ഞങ്ങൾ ഇവിടെ വേണം. അതുകൊണ്ട് ഞങ്ങൾ അത്രയും ഞങ്ങൾക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റുന്നില്ല ഈ ക്യാഷ്. അപ്പോൾ ഞങ്ങൾ അടിച്ചു പൊളിക്കാൻ പോകുന്നു. അതെ, ഞങ്ങൾക്ക് ആ ക്യാഷ് ഇങ്ങനെ അക്കൗണ്ടിൽ ഇരിക്കുമ്പോൾ നമുക്ക് എടുക്കാണ്ടൊരു ഉഷാറില്ല അല്ലേ. അപ്പോൾ നമ്മുടെ സസ്പെൻസ് പൊട്ടിക്കാറായി. നമ്മൾ ഒരു ഷോപ്പിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇത് നമ്മൾ പൊളിച്ചെടുക്കാൻ പോകും. അവരുടെ
നമ്മുടെ ഫ്രണ്ടിന്റെ ഷോപ്പിലാണ് എത്തിയിരിക്കുന്നത്. ഓൾഡ് ചെന്നൈ മൊബൈൽ, ജീബ് റോഡില് പാലക്കാട്ടിലുള്ള ഓൾഡ് ചെന്നൈ മൊബൈൽ. എത്ര വർഷമായി? നമ്മൾ 20 വർഷമായി. അപ്പൊ നമ്മുടെ സസ്പെൻസ് നമ്മൾ പൊട്ടിക്കാൻ പോവാണ്. എന്താണ് നമ്മുടെ പൈസ വെച്ചിട്ട് നമ്മൾ സ്മാഷ് ചെയ്യുന്നതല്ലേ? iPhone 13 Pro Max 1 TB ആണ് നമ്മൾ വാങ്ങിക്കാൻ പോകുന്നത്. നമ്മുടെ ഓൾഡ് ചെന്നൈ മൊബൈൽസ് പാലക്കാട് GB റോഡിൽ വന്നു. അപ്പൊ നമ്മുടെ ഫോണോടെ ഇതാണ് നമ്മുടെ ഫോൺ. പൊളിച്ചടിക്കാൻ പോകും. നമ്മൾ നമ്മുടെ കൈ കെട്ടി കഴിഞ്ഞു. നമ്മളിപ്പോൾ ഇനിയിപ്പോൾ അടിച്ച് പൊളിച്ച് തവിടുകൂടി ആക്കിയിട്ട് പേ ചെയ്യണം. ക്യാഷ് കൂടെ കൊടുക്കണം. നമ്മൾ എടുത്ത മുഴുവൻ കൊടുക്കാൻ പോകണം. അത് പൊളിച്ചെടുക്കണേ ഞാൻ പറഞ്ഞില്ലേ. അപ്പൊ ഒരുപാട് കാലത്ത് നമ്മുടെ സ്വപ്നമായിരുന്നു iPhone 13 Pro Max 1 TB. ഇന്ന് നമ്മൾ സ്വന്തമാക്കാൻ പോകണം. യെസ്. അപ്പൊ ഇതിന്റെ അൺബോക്സിംഗ് മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വഴിയെ കാണാം. നമ്മൾ പാടി പോയിട്ടാണ് അൺബോക്സ് ചെയ്യാന്ന് പറഞ്ഞത്. പക്ഷെ നമ്മുടെ ഷെഫീക്ക് ഇവിടെ തന്നെ ഓപ്പൺ ചെയ്യാൻ നിർബന്ധിക്കുകയാണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം അല്ലേ? യെസ്, iPhone 13 Pro Max 1 TB ഇന്ന് നമ്മുടെ കയ്യിലെത്തിക്കഴിഞ്ഞു. ഇതാണ് നമ്മുടെ ഡ്രീം ഫോൺ. അപ്പൊ അങ്ങനെ നമ്മുടെ ഡ്രീം ഫോൺ നമ്മൾ സ്വന്തമാക്കിയിരിക്കുകയാണ്. പാടി ഫുഡ്സ് ആൻഡ് ട്രാവൽ ടെക് ഡ്രീം ഫോൺ സ്വന്തമാക്കിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഇന്ന് മുതൽ നമ്മുടെ ഫോൺ ഇതായിരിക്കും. സത്യത്തിൽ ഈ ഷോപ്പിൽ വരാൻ കാരണം ഒന്നാമത് നമ്മുടെ ഫ്രണ്ട്സാണ്. പിന്നെ അത് മാത്രമല്ല, നമുക്കിതിൻ്റെ ചാർജർ ഫ്രീ തന്നു. കാരണം ഏകദേശം ചാർജറിന് എത്ര വരും? 2000 രൂപ വരും. ആ 2000 രൂപയുടെ ചാർജർ നമുക്ക് ഫ്രീ തന്നിരിക്കുകയാണ്. സാധാരണ ഐഫോണിൻ്റെ കൂടെ ചാർജർ വരുന്നില്ലല്ലോ, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പോൾ ഇത് നമുക്ക് ഫ്രീ തന്നു. പിന്നെ അതേപോലെ തന്നെ എന്ത് സർവീസ് വന്നാലും നമുക്ക് ഇവിടെ ഒന്ന് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ നമ്മുടെ പാടി ഫുഡ്സ് ആൻഡ് ട്രാവൽ ടെക്കിന്റെ പേരിൽ ആര് ഈ ഷോപ്പിൽ വന്നിട്ട് പാടി ഫുഡ്സ് ആൻഡ് ട്രാവൽ ടെക് എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ ഡിസ്കൗണ്ട് കൊടുക്കില്ലേ? അത് കൊടുക്കും. അപ്പൊ ആര് ഐഫോൺ ഏതാ ചെറിയ ഫോൺ വിളിച്ചത്? നമ്മുടെ ബട്ടൺ ഫോൺ ഉണ്ട്. 1000 രൂപ മുതൽ 1,76,000 രൂപ വരെയുള്ള ഫോണുകളുണ്ട്. അതിന്റെ ഇടയിൽ ഏത് ഫോൺ ഒന്ന് നിങ്ങൾ എടുക്കുകയാണെങ്കിലും നിങ്ങൾക്ക് അതിൻ്റെതായ ഡിസ്കൗണ്ട് കിട്ടും നമ്മുടെ പാടി ഫുഡ്സ് എന്നുള്ള പേര് പറഞ്ഞാൽ. അതിന് ചെറിയൊരു ചടങ്ങ് കൂടി ഉണ്ട്. നമ്മൾ ഫോൺ മാത്രം വാങ്ങിയിട്ടുള്ളൂ. നമുക്ക് അങ്ങോട്ട് കാശ് കൊടുക്കാൻ ഞാൻ മറന്നിരിക്കുകയാണ്. കാശ് വേണ്ടേ? അപ്പൊ നമ്മുടെ യൂട്യൂബിൽ നിന്ന് കിട്ടിയ ഫസ്റ്റ് വരുമാനം നമ്മളിവിടെ പൊട്ടിച്ചു. നമ്മളിത് ഇവിടെ എന്തുകൊണ്ട് അൺബോക്സ് ചെയ്യുന്നറിയോ? ഇതിന്റെ ഗ്ലാസ് ഒട്ടിക്കണം. അപ്പൊ ഗ്ലാസ് ഒക്കെ ഒട്ടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ തന്നെ അൺബോക്സ് ചെയ്തത്. നമ്മൾ നേരത്തെ പാടി അൺബോക്സ് ചെയ്യാന്ന് പറഞ്ഞതല്ലേ. അപ്പൊ ഇവിടെ തന്നെ എല്ലാം കഴിഞ്ഞിട്ട് പോവാന്ന് വിചാരിച്ചിട്ടാണ് ഇവിടെ തന്നെ അൺബോക്സ് ചെയ്തത്. അപ്പൊ പോയി ഗ്ലാസ് ഒട്ടിക്കാം. നമ്മുടെ ഈ ഓൾഡ് ചെന്നൈ മൊബൈൽസിൽ 5 സ്റ്റാഫാണ്. ഇതാണ് നമ്മുടെ ഓണർ. എനിക്ക് പേരറിയാം, പക്ഷെ ഞാനൊന്ന് പറയിപ്പിച്ചാണ്. പിന്നെ 5 സ്റ്റാഫുണ്ട്. ഈ 5 സ്റ്റാഫും വളരെ കെയറിങ് ആണ് കസ്റ്റമേഴ്സായിട്ട്. നമ്മുടെ വീട്ടിൽ നമ്മുടെ ഒരു ചേട്ടൻ്റെ ഒരു സ്ഥാനം ഇങ്ങനെ ആ രീതിയിലാണ് ഞങ്ങൾ കുറേ കാലങ്ങളായിട്ടുള്ള ബന്ധം. അതുകൊണ്ടാണ് വലിയ വലിയ ഷോപ്പിൽ പോയിട്ട് എടുക്കാതെ നമ്മുടെ ഈ ചെറിയ ഷോപ്പിൽ തന്നെ വന്നത്. വലിയ ഷോപ്പിൽ പോകുമ്പോൾ നമുക്ക് ഇതേപോലുള്ള ഫ്രീയും മറ്റു സംഭവം ഡിസ്കൗണ്ട്സ് ഒന്നും കിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ യഥാർത്ഥ റേറ്റ് ഇപ്പോൾ ഞാൻ പറയാതിരിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഡെയിലി ഫ്ലക്ച്വേഷൻ ഉണ്ടാവും. അതുകൊണ്ടാണ് ഇപ്പോൾ യഥാർത്ഥ റേറ്റ് ഞാൻ പറയാതിരുന്നത്. ഏകദേശം 1 TBയുടെ റേറ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. അതിൽ നിന്ന് നമുക്കൊരു 1000-2000 രൂപ പെർ ഡേ അങ്ങോട്ടോ ഉണ്ടാവും അല്ലേ? അതുകൊണ്ടാണ് ഞാൻ റേറ്റ് പറയാതിരുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ഐഫോൺ എടുക്കാൻ പോകണമെങ്കിൽ ഏറ്റവും ഒരു വലിയ ഇപ്പോൾ MNC വലിയ ഷോപ്പുകളുണ്ടല്ലോ, അറിയാലോ, ഞാൻ പേര് പറയുന്നില്ല. അതിലൊക്കെ പോയി കഴിഞ്ഞാൽ 1 രൂപ പോലും അവർ ഐഫോണിൽ കുറവാക്കി തരില്ല. ഒരു എന്താ പറയാ അല്ലേ, ഒരു റിഡക്ഷൻ എന്തായാലും കിട്ടില്ല. അത് ഐഫോൺ ആയതുകൊണ്ടാണോ അറിയില്ല, ഒരു റിഡക്ഷൻ കിട്ടില്ല. എങ്കിലും വലിയ എമൗണ്ട് ഒന്നും നമുക്ക് ഞങ്ങൾ അങ്ങനെ ഇന്റർനാഷണൽ ലെവലിൽ 2-3 ഷോപ്പുകളിലൊക്കെ പോയി. അപ്പോൾ 1 രൂപ അവർ വിട്ടു തരുന്നില്ല. അങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ ബോംബെയിൽ പോയപ്പോഴും അന്വേഷിച്ചില്ലേ? മുംബൈയിൽ പോയപ്പോൾ അന്വേഷിച്ച് അവർ വിട്ടു തരുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അങ്ങനെയാണ് അതിൻ്റെ ഒരു പ്രൊസീജിയർ. പിന്നെ നമ്മുടെ സിദ്ദിഖിൻ്റെ കടയിൽ എന്താണെന്ന് വെച്ചാൽ ആ ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ പേരിലാണ് നമുക്ക് ഇത്രയും 2,900 രൂപയോളം നമുക്ക് ഡിസ്കൗണ്ട് ചെയ്ത് തന്നത്.
അത് പറഞ്ഞത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇനി നിങ്ങൾ ആര് ഫോൺ വാങ്ങിക്കാൻ പോയാലും പാടി ഫുഡ്സ് ആൻഡ് ട്രാവൽ ടെക്കിന്റെ പേര് പറഞ്ഞാൽ നിങ്ങൾക്കൊരു ഡിസ്കൗണ്ട് വരുന്നതാണ്. ഞാൻ ഇത്രയും ആ ഷോപ്പിനെ ഊന്നി പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഡിസ്കൗണ്ട് തന്നതുകൊണ്ടാണ്, അല്ലാതെ വേറെ അവരും ഞങ്ങൾക്കൊന്നും തന്നിട്ടില്ല. ഈ ഒരു ചാർജറും ഇതിലൊരു ഡിസ്കൗണ്ട് തന്നതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഈ ഓഫർ നിങ്ങൾ നല്ല രീതിയിൽ വിനിയോഗിക്കാം. ഏത് ഐഫോൺ എടുത്താലും അവർ അതിനനുസരിച്ചുള്ള, ഏത് ഫോൺ എടുത്താലും അതിനനുസരിച്ചുള്ള ഒരു ഡിസ്കൗണ്ട് തരും. ഓൺലൈനേക്കാളും അവർ ഒരു 100 രൂപയെങ്കിലും 100 രൂപ കുറവാക്കി തന്നിട്ട് അവർ ബിസിനസ് ചെയ്യുള്ളൂ. അപ്പോൾ കഴിയുന്നതും എല്ലാവരും വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ പാടി ഫുഡ്സ് ആൻഡ് ട്രാവൽ ടെക്കിന്റെ പേര് കൊണ്ട് പോയാൽ നിങ്ങൾക്ക് ഡിസ്കൗണ്ട് കിട്ടുന്നതാണ്. ഓക്കെ. അപ്പോൾ എന്തായാലും നമുക്കിപ്പോൾ ഇനിയുള്ള അംഗങ്ങളും പോരാട്ടങ്ങളും നമ്മുടെ അടിപൊളിയായിട്ടുള്ള പവർഫുൾ പീപ്പിൾ കമ്മിങ് ഫ്രം പവർഫുൾ പ്ലേസ് എന്ന് പറയുന്ന പോലെ വന്നു പുലിക്കുട്ടി രാജവമ്പാലിയും ഇവനെന്താ പേരിടുക ഐഫോൺ തന്നെ. അപ്പോൾ ഈ കൊമ്പനും കൊണ്ടായിരിക്കും ഇപ്പോൾ നമ്മൾ അടിച്ച് പൊളിക്കാൻ പോണത്. അപ്പോൾ നമുക്കൊരു എടുക്കാം അല്ലേ? അപ്പോൾ ഫ്രണ്ട്സ് എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ഇതുവരെയുള്ള സപ്പോർട്ടൊക്കെ നമുക്ക് വലിയ രീതിയിൽ ഗുണം ചെയ്തിട്ടുണ്ട്. അതിനെല്ലാത്തിനും നന്ദി പറയണം എല്ലാ സബ്സ്ക്രൈബേഴ്സിൻ്റെ അടുത്തും അല്ലേ, വ്യൂവേഴ്സിൻ്റെ അടുത്തും. അതായത് നിങ്ങളെ നമ്മുടെ വീഡിയോസ് കാണുന്നതുകൊണ്ടാണ് നമ്മൾക്ക് സത്യത്തിൽ പജേറോ എടുക്കാൻ കഴിഞ്ഞതും നമ്മുടെ ഫോൺ കമ്പനി എടുക്കാൻ കഴിഞ്ഞതല്ല. അതെ. അപ്പോൾ ഇനിയും ആ സപ്പോർട്ടും ഇനി അതിനേക്കാൾ കൂടുതൽ സപ്പോർട്ട് നമ്മൾ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ വേണ്ടിയില്ലേ? അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെയും എല്ലാവർക്കും പാടി ഫുഡ്സ് ആൻഡ് ട്രാവൽ ടെക്കിന്റെ ബൈ. Okay, I'm going off every chance I get. I don't really take a loss, well, I'll admit. That's why I'll make it